ഹായ് ഫ്രണ്ട്സ്, നമുക്ക് നല്ല ക്യാരറ്റ് ഈന്തപ്പഴം കേക്ക് ഉണ്ടാക്കിയാലോ? അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കുരുവൊക്കെ കളഞ്ഞിട്ടുള്ള ഡേറ്റ്സ് എടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് ക്രഷ് ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. പിന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ പാനിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഈ ഒരു കളറായി കഴിയുമ്പോൾ ഫ്ലെയിമിനെ ഒന്ന് ലോയിലേക്ക് ആക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കളറായി കഴിഞ്ഞിട്ടാകുമ്പം അതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, നമ്മളെ മേത്തേക്ക് തെറിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ദൂരോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് അങ്ങനെ ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷം അത് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അടുത്തത് പൊടികളൊക്കെ ഒന്ന് അരിച്ച് മാറ്റി വെക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. അതായത് 240 ml കപ്പാണ്. അപ്പോൾ 1 കപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് പൗഡറും, ബൂസ്റ്റിൻ്റെ പൊടി ഇല്ലെങ്കിലും നമുക്ക് കൊക്കോ പൗഡർ ഇട്ടാലും മതി. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂണ് ജാതിക്കയുടെ പൊടിയും 1/4 ടീസ്പൂണ് പട്ടയുടെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. പിന്നെ ഒരു ബൗളിലേക്ക് 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസും പിന്നെ ഒരു 2-3 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. പിന്നെ അതിലേക്ക് 1/2 കപ്പും പ്ലസ് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു ഫോം ആയിട്ടാകുമ്പോൾ നമ്മൾ നേരത്തെ കാരമൽ ചെയ്ത് വെച്ച പഞ്ചസാരേൻ്റെ ആ ഒരു സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് ഒഴിക്കേണ്ടതാണ് ഓയിൽ. ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സാണ്. അത് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതും കുറച്ചായിട്ട് ഇട്ടിട്ട് ലോ സ്പീഡിൽ തന്നെ ഒന്ന് കറക്കിയെടുക്കുക. എന്നിട്ട് ഒരു സ്പാച്ചില വെച്ചിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ തന്നെ നമുക്കൊരു പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് അതൊരു ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ നമ്മളിത് ഏതിനകത്താണോ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രം അതും ഒന്ന് സെറ്റാക്കി വെക്കണം. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ നോർമൽ A4 ഷീറ്റോ വെച്ച് കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് അതും മാറ്റി വെക്കുക. എന്നിട്ട് ബാറ്ററൊക്കെ ആയതിനു ശേഷം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് നമ്മളെ ബാറ്ററിന്. എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കുക. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കേക്ക് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.